കുട്ടികൾക്കൊക്കെ ഒത്തിരി ഇഷ്ടമാവുന്ന നല്ല കളർഫുൾ ആയിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഐസ്ക്രീം റെസിപ്പി ആട്ടോ ഇന്ന് കാണിക്കാൻ പോകുന്നത്. ഈ ഒരു ഐസ്ക്രീം ഒരു ആർട്ടിഫിഷ്യൽ കളറും നമ്മളിതിൽ ചേർക്കുന്നില്ല കേട്ടോ. നല്ല ടേസ്റ്റുമാണ് കേട്ടോ കഴിക്കാനായിട്ട്. അപ്പോൾ ഇതെങ്ങനെയാണ് ചെയ്തെടുക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ അതിനായിട്ട് നമുക്ക് ആദ്യം വിപ്പിംഗ് ക്രീം വേണം കേട്ടോ. അപ്പോൾ ഞാനിവിടെ 1 കപ്പ് വിപ്പിംഗ് ക്രീം എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു 1/4 കപ്പ് കണ്ടൻസ് മിൽക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നമുക്ക് ബീറ്റ് ചെയ്തെടുക്കാം. ഞാൻ സ്റ്റാൻഡ് ബീറ്ററിലാണ് ചെയ്തെടുക്കുന്നത്. ബീറ്ററിലാണെങ്കിലും കുഴപ്പമില്ല കേട്ടോ, ഏതിലായാലും ബീറ്റ് ചെയ്തെടുത്താൽ മതി. അപ്പോൾ അതൊന്ന് ബീറ്റ് ചെയ്തെടുക്കുന്നുണ്ട്. ക്രീം ഒരുപാട് സ്റ്റിഫാക്കി എടുക്കേണ്ട ആവശ്യമില്ല കേട്ടോ. നമ്മളത് ഐസ്ക്രീമിനായതുകൊണ്ട് തന്നെ കുറച്ചൊരു ലൂസിൽ ഈ ഒരു ക്രീമി ടെക്സ്ചറിലാണ് വേണ്ടത്. പിന്നെ അതിലേക്ക് നമ്മുടെ ഈ കളർഫുൾ ആയിട്ടുള്ള ഈ ഒരു ഫ്രൂട്ട് ചേർത്ത് കൊടുക്കാം, ഡ്രാഗൺ ഫ്രൂട്ട്. അത് ചെറിയ പീസായിട്ട് ഇട്ട് കൊടുത്ത് ഞാൻ ചെറിയ 2 ആട്ടോ എടുത്തിട്ടുള്ളൂ, വലുതാണെങ്കിൽ 1 മതി. അത് ഇതിലേക്ക് ചേർത്തിട്ട് വീണ്ടും ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ അത് കറക്റ്റായിട്ട് അതിലാണ്ട് അതങ്ങ് മിക്സ് ആയിക്കോളൂ കേട്ടോ ഇതിൽ ബീറ്റ് ചെയ്തെടുക്കുന്ന സമയത്ത്. അപ്പോൾ നിങ്ങളുടെ ബീറ്ററിൽ ഇത് ബീറ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ട് എന്നുണ്ടെങ്കിൽ മിക്സിയിലൊന്ന് അടിച്ചിട്ട് ഇതിലേക്ക് ഒഴിച്ചു കൊടുത്താലും മതി. ജസ്റ്റ് ഒന്ന് അടിച്ചാൽ മതിയിട്ട്, ഒരുപാട് അങ്ങ് അടിച്ചെടുക്കണ്ട. അപ്പോൾ അതായത് ഇതുപോലെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് നമുക്ക് വേണ്ടത്. ഇനി എയർ ടൈറ്റ് ആയിട്ടുള്ള ഒരു കണ്ടെയ്നറിലേക്ക് ഇതങ്ങ് ഒഴിച്ചു കൊടുക്കാം. ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഒന്ന് ലെവലാക്കി കൊടുക്കുക കേട്ടോ. അതിനുശേഷം എയർ ബബിൾസൊക്കെ ഒന്ന് പോകാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ഒന്ന് ടാപ്പ് ചെയ്ത് കൂടെ ചെയ്യുന്നുണ്ട്. എന്നിട്ട് ഒരു 8 മണിക്കൂറെങ്കിലും നമുക്ക് ഫ്രീസറിൽ വെച്ചിട്ട് നന്നായിട്ട് ഒന്ന് തണുപ്പിച്ചെടുക്കണം. നന്നായിട്ട് സെറ്റ് ആവണമെന്നുണ്ടെങ്കിൽ മിനിമം ഒരു 8 മണിക്കൂറെങ്കിലും വെക്കണം കേട്ടോ. അപ്പോൾ ഞാൻ ഒരു 8 മണിക്കൂറിന് ശേഷം എടുത്തിട്ടുണ്ട്. നമുക്കിത് സെർവ് ചെയ്ത് കഴിക്കാം. നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പം ഡ്രാഗൺ ഫ്രൂട്ട് ഇഷ്ടമുള്ളവർക്ക് ഈ ഐസ്ക്രീം എന്തായാലും ഇഷ്ടമാവും കേട്ടോ. അടിപൊളിയാണ്. ഈ ഒരു ഐസ്ക്രീമിൻ്റെ ടെക്സ്ചറൊക്കെ കണ്ടാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും, നമ്മൾ കടയിൽ നിന്നൊക്കെ വാങ്ങിക്കുന്ന ഐസ്ക്രീമിൻ്റെ അതേ ടെക്സ്ചറിൽ തന്നെ ഇതും കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ട്രൈ ചെയ്ത് നോക്കുക. ഇപ്പോൾ ഡ്രാഗൺ ഫ്രൂട്ടിൻ്റെ ഒക്കെ ഒരു സീസൺ അല്ലേ, ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക കേട്ടോ. ഇൻഷാ അല്ലാഹ് പുതിയൊരു റെസിപ്പിയായിട്ട് നമുക്ക് അടുത്തൊരു ദിവസം കാണാം. അതുവരേക്കും ബൈ, താങ്ക് യു.